ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനെയുടെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് വൻ വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒത്തുകൂടിയതിനെ പരാമർശിച്ചാണ് വിവാദ പരാമർശം. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട് നമുക്ക് അവരെയെല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയും എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. വിഷ്ണു വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഏതായാലും ഈ ഒരു പശ്ചിമേഷ്യയിൽ യുദ്ധം തുടർന്ന കാലം തൊട്ട് ട്രംപിന്റെ വിവാദ പരാമർശങ്ങളാണ് കൂടുതൽ ഈ ഒരു യുദ്ധത്തിനെ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും ഈ ട്രംപിന്റെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ എല്ലാം ഇപ്പോഴും ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ആയത്തുള്ള ഖമനേയുടെ സംസ്കാര ചടങ്ങുകളിലാണ് ഇപ്പോൾ വിവാദമായ ഒരു പരാമർശം ട്രംപ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ആയത്തുള്ള ഖമനിയുടെ ഇറാൻ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ട്രംപ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ്റെ എല്ലാ പരമോന്നത നേതാക്കളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു സംസ്കാര ചടങ്ങിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ആ ചടങ്ങിലേക്ക് ഒരു ഒറ്റ ഷോട്ട് ഉതിർത്താൽ അവരെല്ലാവരും കൊല്ലപ്പെടും, അല്ലെങ്കിൽ ആ ഒരു ഷോട്ടിലൂടെ ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അമേരിക്ക കടക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി ട്രംപ് ഇത്തരത്തിൽ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നൊരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രമുഖ മാധ്യമമായിട്ടുള്ള ആക്സിയോസിൽ നടത്തിയ ടെലി ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം, അതായത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിനകത്ത് മറ്റ് ചർച്ചകളോ ആണവ ചർച്ചകൾക്ക് വേണ്ടിയിട്ടോ സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പരസ്പരം ഇരുപക്ഷത്തു നിന്നും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും കൃത്യമായി രണ്ട് രാജ്യങ്ങളും പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിലെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു വിവരമാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇറാനിൽ ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ ആയത്തുള്ള ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 9-ാം തീയതി വരെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതിന് പുറമെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പുറത്തുവിടുന്ന അല്ലെങ്കിൽ പുറത്ത് അഭിപ്രായപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലുമായി അടുത്ത് തന്നെ ഒരു ചർച്ച വൈറ്റ് ഹൗസിൽ ഉണ്ടാകും എന്നുള്ള ആണവ കരാറുകളുമായി എല്ലാം കൂടിക്കാഴ്ചകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലുമായി ഒരു ചർച്ച അടുത്ത ദിവസം തന്നെ വൈറ്റ് ഹൗസിൽ വെച്ച് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയുടെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നാറ്റോ ഉച്ചകോടിക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. ആ ഒരു പ്രസ്താവനയ്ക്കൊപ്പം തന്നെ ട്രംപ് കൂട്ടിച്ചേർത്ത ഒരു കാര്യമായിരുന്നു, ഇറാനും അതായത് ഇസ്രായേലും അമേരിക്കയുമായുമുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ അമേരിക്കയാണോ ഇസ്രായേലാണോ ആരാണ് കൂട്ടത്തിൽ ബോസ് എന്നുള്ളതും കൃത്യമായി ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന് കൃത്യമായി അറിയാമെന്നുള്ള കാര്യങ്ങളടക്കം ആ ഒരു മാധ്യമപ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിൽ ട്രംപ് കൃത്യമായി ചേർത്ത് വെക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത്തരത്തിലൊരു വിവാദ പരാമർശം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് പ്രതികരിക്കുന്നൊരു നിലയുണ്ടായിട്ടുള്ളത്. ഖമനേയുടെ ചടങ്ങുകൾക്ക് നേരെയുള്ള ആക്രമണം, ആ ഒരു പരാമർശമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു മാധ്യമത്തിലൂടെ പറയുന്നൊരു നിലയുണ്ടായിട്ടുള്ളത്. ദീപ്തി. വിഷ്ണു, അതോടൊപ്പം തന്നെ ഈ ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഒരു വിവാദമായ പരാമർശം വന്നിരിക്കുന്നത്. ഈ ഇറാന്റെ മുഴുവൻ നേതൃത്വവും ഇവിടെ ഇറാനിലുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ഒറ്റയടിക്ക് തീർത്ത് കളയാനുള്ള ഒരൊറ്റ ഷോട്ടിൽ തീർക്കാൻ സാധിക്കുമെന്നതായിട്ടുള്ള പരാമർശമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച നടക്കുക എന്നത് ഇറാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ ഒരു ട്രംപിന്റെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഈ ഒരു ചർച്ചയിൽ സമവായം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണോ? അത് വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു ചടങ്ങുകൾ നടക്കുന്ന പശ്ചാത്തലത്തിനകത്ത് പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമിക്കുന്ന നിലയുണ്ടാകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഇറാൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ പരസ്പരം ആക്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് ചർച്ചകൾ നടത്തുകയോ ഉള്ള കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും നിലകൊള്ളുന്നത്. എന്തായാലും മറ്റുള്ള അതായത് പരസ്പരം ആക്രമിക്കുന്ന നിലയുണ്ടാകുമോ അല്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ ഉറച്ചു നിൽക്കുമോ, ആണവ കരാറിലടക്കം കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഈ സംസ്കാര ചടങ്ങിന് ശേഷമുള്ള ചർച്ചകളുമായി മാത്രമേ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയുമായി വരാനിരിക്കുന്ന വൈറ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ചർച്ച എന്താണെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഇസ്രായേലുമായിട്ടുള്ള ആണവ കരാറിൻ്റെ, അതായത് ഇറാനുമായിട്ടുള്ള ആണവ കരാറിൻ്റെ ചർച്ചയെ സ്വാധീനിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. കാരണം ലെബനനും ഇറാനും തമ്മിൽ നടക്കുന്ന സംഘർഷ കാര്യത്തിൽ ഇസ്രായേലിന് ചെറിയ പോരായ്മകളുണ്ട്, അതായത് ചേരായ്മകളുണ്ട് അമേരിക്കയുമായിട്ട്. ആ ഒരു വിഷയം എന്താണെങ്കിലും ഈ വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിൽ കൂടുതൽ ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണെങ്കിലും വൈറ്റ് ഹൗസിൽ നടക്കുന്ന ആ ഒരു ചർച്ച തീർച്ചയായിട്ടും ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ആണവ കരാറിലാണെങ്കിലും സമാധാന ചർച്ചകളിലാണെങ്കിലും സ്വാധീനിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ദീപ്തി. ശരി, വ്യക്തമാണ്. ഏതായാലും ഇറാന്റെ മുൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ചാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒത്തുകൂടിയതിനെ പരാമർശിച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട് നമുക്ക് അവരെയെല്ലാം ഒരുമിച്ചില്ലാതാക്കാൻ കഴിയും എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്.